ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൽ യു ഡികമ്പോസിഷനും മെട്രിക്സ് ഇൻവേഷനും ഒക്കെയായിരുന്നു പറഞ്ഞു നിർത്തിയിരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കോസെയ്തൽ മെത്തേഡാണ്. നമുക്ക് കുറച്ച് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ടായിരിക്കും. എത്ര അൺനോൺസ് ആണോ ഉള്ളത് അത്രയും ലീനിയർ ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് നമ്മൾ ഇതിനെ ഒരു ഡയഗണലി ഡോമിനൻറ്റ് ഫോമിൽ അറേഞ്ച് ചെയ്യണം. അതായത് ഞാൻ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അത് ഡയഗണലി ഡോമിനൻറ്റ് ഫോം ആണെങ്കിൽ ആ ഇക്വേഷനിൽ ഞാനിങ്ങനെ ഒരു ഡയഗണൽ വരച്ചാൽ ആ ഡയഗണലിൽ വന്നേക്കുന്ന എലമെൻറ്റ്സ് ആയിരിക്കണം ആ ഇക്വേഷനിലെ ഏറ്റവും വലിയ കോഎഫിഷ്യൻറ്റ്. അതായത് ഞാനിപ്പോൾ എക്കാണ് ഇവിടെ റൗണ്ട് ചെയ്തേക്കുന്നതെങ്കിൽ ബി എ സി എയും കാലും വലുതായിരിക്കണം, അല്ലെങ്കിൽ ബിയുടെയും സിയുടെയും സമ്മിനെക്കാളും വലുതായിരിക്കണം എ. അതുപോലെ ഇയുടെയും ജിയുടെയും സമ്മിനേക്കാൾ വലുതായിരിക്കണം എഫ്, ഐയുടെയും ജിയുടെയും സമ്മിനേക്കാൾ വലുതായിരിക്കണം കെ. ഇതിൻ്റെയൊക്കെ മോഡുലസ് വാല്യൂ നമുക്ക് എടുക്കാം, അതിലൊന്നും പ്രശ്നമില്ല. നമ്മൾ പക്ഷേ അറേഞ്ച് ചെയ്ത് കഴിയുമ്പം അതെന്തായിരിക്കണം? ഡയഗണലി ഡോമിനൻറ്റ് ഫോം ആയിരിക്കണം. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ്റെ ഒന്നാമത്തെ കോഎഫിഷ്യൻ്റ് ആയിരിക്കണം വലുത്, രണ്ടാമത്തെ ഇക്വേഷൻ്റെ രണ്ടാമത്തെ കോഎഫിഷ്യൻ്റ് ആയിരിക്കണം വലുത്, മൂന്നാമത്തെ ഇക്വേഷൻ്റെ മൂന്നാമത്തെ കോഎഫിഷ്യൻ്റ് ആയിരിക്കണം വലുത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. എന്നിട്ട് നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ഇപ്പുറത്ത് ഡി ആണല്ലോ ഉണ്ടായിരുന്നത്, ആ ഡിയിൽ നിന്ന് ഇവ രണ്ടുപേരും അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ എന്താവും? മൈനസ് ബി വൈ ആവും, മൈനസ് സി ഇസഡ് ആവും. പിന്നെ ഇനി ഇവിടെ എനിക്ക് എ എക്സ് അല്ലേ കിടക്കുന്നത്, അതിൽ നിന്ന് ആരെ വാല്യൂ കണ്ടുപിടിക്കണം? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം ഇതിനെ മൊത്തത്തിൽ ഡിവൈഡഡ് ബൈ ആര് വരും? ഒരു എ വരും. അപ്പോൾ എനിക്ക് എന്തെന്ന് കിട്ടും? എക്സ് ഈക്വൽ ടു എന്ന് കിട്ടും. എനിക്ക് ഇതിൽ നിന്നും എക്സ് കണ്ടുപിടിക്കാം, ഇതിൽ നിന്നും എക്സ് കണ്ടുപിടിക്കാമല്ലോ. പിന്നെ ഞാൻ എന്താ ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചത്? അതിനും ഒരു കാരണമുണ്ട്. കാരണം ഞാൻ എൻ്റെ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും ഇക്വേഷൻ കണ്ടുപിടിക്കുമ്പം ഡയഗണലി ഡോമിനൻ്റ് ആയിട്ടുള്ള എക്സിൻ്റെ വേണം ഇക്വേഷൻ കണ്ടുപിടിക്കാൻ, ഡയഗണലി ഡോമിനൻ്റ് ആയിട്ടുള്ള വൈയുടെ ഇക്വേഷൻ വേണം കണ്ടുപിടിക്കാൻ, ഡയഗണലി ഡോമിനൻ്റ് ആയിട്ടുള്ള ഇസഡിൻ്റെ ഇക്വേഷൻ വേണം കണ്ടുപിടിക്കാൻ. ഇസഡിൻ്റെ ഇക്വേഷൻ ആകുമ്പോൾ എങ്ങനെ വരും? എൽ മൈനസ് ഐ എക്സ് മൈനസ് ഐ ജെ ഹോൾ ഡിവൈഡഡ് ബൈ കെ എന്ന് വരും. ഓക്കെ, അതുപോലെ വൈയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ വൈ നമുക്ക് മൂന്നെണ്ണത്തിൽ നിന്നും കണ്ടുപിടിക്കാം. ഇതിൽ നിന്നും വൈ കണ്ടുപിടിക്കാം, ഇതിൽ നിന്നും വൈ കണ്ടുപിടിക്കാം, ഇതിൽ നിന്നും വൈ കണ്ടുപിടിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കുന്നത്? അതാണ് ഡയഗണലി ഡോമിനൻ്റ് ആയിട്ടുള്ള വൈ. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഇക്വേഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ഐട്രേഷൻ ചെയ്താണ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ആദ്യം നമ്മൾ ഫസ്റ്റ് 0th ഐട്രേഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ എക്സും വൈക്കും ഇസഡിനും 0 കൊടുക്കുക. 0th ഐട്രേഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുകളിൽ 0 കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെയും 0 കൊടുക്കുക. ഞാൻ താഴെ 0 കൊടുക്കാത്തതിൻ്റെ കാരണം ചില ക്വസ്റ്റ്യനിൽ x1 x2 എന്നൊക്കെ തരും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും x1ൻ്റെ 0 x2ൻ്റെ 0 അങ്ങനെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ x0 എന്നുള്ളത് മുകളിൽ പവറായിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, x0യ്ക്കും y0യ്ക്കും z0യുടെയും വാല്യൂ 0 ഇട്ട് കൊടുക്കുക. ദെൻ x1 y1 എന്ന് പറയുന്നത് നമ്മൾ ഈ x0 y0 വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് x1 y1 z1. അതുപയോഗിച്ച് ആ വാല്യൂസ് ഇട്ട് കൊടുത്ത് x2 y2 z2 കണ്ടുപിടിക്കുക. അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. എപ്പോഴാണോ നമുക്ക് അടുത്തടുത്ത് അങ്ങനെ പറയണമെന്നില്ല, എന്നാലും എപ്പോഴാണോ നമുക്ക് വാല്യൂസ് റെപ്പറ്റീഷൻ വരുന്നത് അവിടെ വെച്ച് നമുക്ക് നിർത്താം. കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും, കുറച്ച് പേർക്ക് ഒന്നും മനസ്സിലായി കാണില്ല, കുഴപ്പമില്ല. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. ഇതാ നോക്കിയേ, നമുക്ക് കുറച്ച് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നേക്കുന്നതുണ്ടോ? ആ ഇക്വേഷനിൽ ഞാൻ പറഞ്ഞ പോലെ ഡയഗണലി ഡോമിനൻറ്റ് ഫോമിൽ അറേഞ്ച് ചെയ്തേ. അപ്പോൾ അതാ നോക്കി 27 കണ്ട് ഇതിൻ്റെ രണ്ടിനേക്കാൾ കൂടുതലല്ലേ. അപ്പോൾ നമുക്ക് അത് ആദ്യത്തെ ഇക്വേഷനായിട്ട് സെറ്റ് ചെയ്യാം. രണ്ടാമത് 1 ആണ്, 1നേക്കാൾ കൂടുതൽ 54 അപ്പോൾ എനിക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ഇക്വേഷനാക്കാൻ പറ്റത്തില്ല. ഇവിടെ മൂന്നാമത്തെ ഇക്വേഷൻ നോക്കിയേ 15 ആണ്, 6ന് 2നേക്കാൾ കൂടുതലല്ലേ. അപ്പോൾ അത് ഞാൻ രണ്ടാമത്തെ ഇക്വേഷനായിട്ട് സെറ്റ് ചെയ്തു. പിന്നുള്ളത് ഇതല്ലേ, അതിനെ മൂന്നാമത്തെ ഇക്വേഷൻ നോക്കി 54. അപ്പോൾ നമുക്ക് ഡയഗണലി ഡോമിനൻറ്റ് ഫോമിലായി. ഡയഗണലി ഡോമിനൻറ്റ് ഫോമിലല്ലേ, ഇതാ നോക്കി 27x 15y 54z. അപ്പോൾ ഇത് ഇത്ര ആയപ്പോഴത്തേക്ക് അതെന്തായി? ഡയഗണലി ഡോമിനൻറ്റ് ഫോമിലായി. ഇനി ഈ ഡയഗണലി ഡോമിനൻറ്റ് എലമെൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു ഇസഡ് ഈക്വൽ ടു കണ്ടുപിടിക്കേണ്ടത്. ഏത് എക്സ് ഈക്വൽ ടു ഈ എക്സ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? 85 നിന്ന് 6 വൈയും മൈനസ് ഇസഡും അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ ഇങ്ങനെ വരും. പിന്നെ 85 അവിടെ ഉണ്ടായിരുന്നു, 27ന് ഇങ്ങ് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം മൊത്തത്തിൽ. അതുപോലെ വൈ കണ്ടുപിടിക്കണം, ഇസഡ് കണ്ടുപിടിക്കണം. നിങ്ങൾക്കൊരു വാല്യൂ കിട്ടിയല്ലോ, ഈ വാല്യൂ കിട്ടിയല്ലോ. ഇനി ഇതിനകത്ത് നിങ്ങൾ എന്ത് ഇട്ട് കൊടുക്കണം? എക്സിനും വൈക്കും ഇസഡിനും 0 ഇട്ട് കൊടുക്കണം. അതാണ് 0th ഐട്രേഷൻ. അപ്പോൾ 0th ഐട്രേഷൻ കിട്ടി. x0 ഈക്വൽ ടു 0 ആണ്, y0 ഈക്വൽ ടു 0 ആണ്, z0 ഈക്വൽ ടു 0 ആണ്. കാര്യം 0 ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് തുടങ്ങേണ്ടത്. മനസ്സിലായോ? അത് നമുക്ക് ഡിഫോൾട്ടായിട്ട് വന്നേക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ അതല്ലല്ലോ എന്നല്ല, എക്സിനും വൈക്കും ഇസഡിന് 0 ഇട്ട് കൊടുക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെയും വാല്യൂ 0 ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് അസ്യൂം ചെയ്തു. ദെൻ ഇനി നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കണേന്നത് x1 എങ്ങനെ കണ്ടുപിടിക്കും?
എക്സിന് പകരം എക്സ് 0 കൊടുക്കണം, വൈക്ക് പകരം വൈ 0 കൊടുക്കണം, ഇസഡിന് പകരം ഇസഡ് 0 കൊടുക്കണം. അപ്പോൾ എനിക്ക് ദൈവം നോക്കി, എനിക്ക് എക്സിന് പകരം ഞാൻ ആരിട്ട് കൊടുത്തു? എക്സ് ഈ ടേമിൽ ഇല്ലല്ലേ, ഇവിടെ വയ്യാ ഉള്ളത്, വൈക്ക് പകരം ആരിട്ട് കൊടുത്തു? വൈ നോട്ട് ഇട്ട് കൊടുത്തു. ഇസഡിന് പകരം ഇസഡ് നോട്ട് ഇട്ട് കൊടുത്തു. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് കണ്ടോ? അപ്പോൾ എനിക്ക് ആൻസർ കിട്ടി, കാൽക്കുലേറ്റർ ഇട്ട് കൊടുത്തപ്പോൾ. ദെൻ y1 കണ്ടുപിടിക്കണം. y1 കണ്ടുപിടിക്കുമ്പോൾ നോക്കിയേ, ഞാൻ എക്സിന് x 0 അല്ല ഇട്ട് കൊടുത്തത്, x1 ആണ് ഇട്ട് കൊടുത്തത്. 3.148 ആണ് ഇട്ട് കൊടുത്തത്. അതെന്തുകൊണ്ട് x1 ഇട്ട് കൊടുത്തത്? എനിക്ക് എപ്പോഴും ലേറ്റസ്റ്റ് കിട്ടിയ വാല്യൂ വേണം ഞാൻ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതാ നോക്കിയേ, എക്സിന് ലേറ്റസ്റ്റ് കിട്ടിയേക്കുന്ന വാല്യൂ ഏതാണ്? x1 അല്ലേ? അതുകൊണ്ടാണ് ഞാൻ x1 ഇട്ട് കൊടുത്തു. ദെൻ ഇസഡിന് ലേറ്റസ്റ്റ് ഉള്ള വാല്യൂ ഏതാണ്? ഇസഡ് നോട്ട് എൻ്റെ കയ്യിലുള്ളൂ, അതുകൊണ്ട് അത് ഇട്ട് കൊടുത്തു. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1/15 കാൽക്കുലേറ്റർ അടിച്ചു. 72 - 6 ഇൻറ്റു 3.148 - 2 ഇൻറ്റു 0 അടിച്ചു കൊടുത്തപ്പോൾ എനിക്കിത് കിട്ടി. ഓക്കെ, ഇനി ഇസഡ് കണ്ടുപിടിക്കാൻ പോയാണ്. ഇസഡ് കണ്ടുപിടിക്കുമ്പോൾ നോക്കിയേ, x1 ഉണ്ട് y1 ഉണ്ട്. കാര്യം എക്സും ഉണ്ട് വൈയും ഉണ്ട്. എക്സിൻ്റെ ലേറ്റസ്റ്റ് വാല്യൂ ഏതാ? x1. വൈയുടെ ലേറ്റസ്റ്റ് വാല്യൂ ഏതാ? വൈ നോട്ട് ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്കൊരു y1 കിട്ടിയില്ലേ, ആ y1 ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് 2 വാല്യൂസും കിട്ടി. അത് ഇട്ട് കൊടുത്തപ്പോൾ കാൽക്കുലേറ്ററിൽ Z1 കിട്ടി. ഇനി ഞാൻ ആര് കണ്ടുപിടിക്കാൻ പോവുകയാണ്? സെക്കൻഡ് ഇറ്ററേഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സെക്കൻഡ് ഇറ്ററേഷൻ കണ്ടുപിടിക്കാനായിട്ട് x2 കണ്ടുപിടിക്കാനായിട്ട് വൈയും ഉണ്ട് ഇസഡും ഉണ്ട്. വൈയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വാല്യൂ ആരാണ്? y1. ഇസഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വാല്യൂ ആരാണ്? z2. z1 അത് രണ്ടും ഇട്ട് കൊടുത്ത് x2 കിട്ടി. ഇനി അടുത്ത y കണ്ടുപിടിക്കാൻ പോവുകയാണ്. എക്സും ഇസഡും ആണുള്ളത്. എക്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വാല്യൂ ഏതാണ്? x2 ആണ്. അപ്പോൾ അതിട്ട് കൊടുത്തു. ദെൻ ഇസഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വാല്യൂ ഏതാണ്? z1 ആണ്. അതിട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് y2 കിട്ടി. ഇതുപോലെ ഇസഡ് കണ്ടുപിടിക്കുമ്പോൾ ഇസഡിൻ്റെ എക്സും വൈയും ആണുള്ളത്. എക്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വാല്യൂ 2ഉം വൈയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വാല്യൂ 2 ആണ്. 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ടു 2 എന്നുള്ളതല്ല, y2ൻ്റെ വാല്യൂ ആണ് എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത്. ഇവിടെ x2ൻ്റെ വാല്യൂ ആണ് എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത്. അതിനാണ് അതിട്ട് കൊടുത്തത്. അപ്പോൾ എനിക്ക് z2 കിട്ടി. ഇങ്ങനെ ചെയ്ത് പോകണം. ഞാൻ ഇവിടെ ഫിഫ്ത്ത് ഇറ്ററേഷൻ ചെയ്തപ്പോൾ x5ഉം y5ഉം z5ഉം എനിക്ക് ഫോർത്ത് ഇറ്ററേഷനിലെ പോലെ തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ആ 2 വാല്യൂസാണ് എക്സിൻ്റെ വാല്യൂസ്. അതൊക്കെ അത് സെയിം ആയിരിക്കുന്നുണ്ടോ? ഈ വാല്യൂ സെയിം അല്ലേ? അതുപോലെ ഈ വാല്യൂ സെയിം അല്ലേ? ഈ വാല്യൂ സെയിം അല്ലേ? അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ സെറ്റിൻ്റെ വാല്യൂ. കറക്റ്റ് എത്ര ഡെസിമൽ പ്ലേസിലാണ് നിങ്ങൾ കറക്റ്റ് ചെയ്തേക്കണേന്ന് നോക്കുക കേട്ടോ. അതുപോലെ ഇവിടുത്തെ ചെയ്തു വരുമ്പോൾ സ്റ്റാൻഡേർഡായിട്ട് ചെയ്തു വരിക. നിങ്ങൾ ആദ്യത്തെ ചെയ്യുമ്പോൾ എത്ര ഡെസിമലിലാണോ റൗണ്ട് ചെയ്തത് ആ ഡെസിമലിൽ തന്നെ റൗണ്ട് ചെയ്യുക. റൗണ്ട് ചെയ്യാൻ അറിയാമല്ലോ, 5 കൂടുതലോ വന്നു കഴിഞ്ഞാൽ 1 കൂട്ടി എഴുതണം, 5 കുറവാണെങ്കിൽ അതേപോലെ എഴുതണം. പിന്നെ 9 വന്നു കഴിഞ്ഞാലൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക, അത് ഞാനൊരു ഷോർട്ട് വീഡിയോ പോലെ ചെയ്തിടാം. ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒന്നുകൂടെ നോക്കാം, ഇല്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്തിടാം. അങ്ങനെ ഇനിയിപ്പോൾ ഫിഫ്ത്ത് ഇറ്ററേഷനിൽ തേർഡ് ഇറ്ററേഷനിലാണ് ഒരുപോലെ വന്നതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നിർത്താം കേട്ടോ. നമുക്ക് കിട്ടിയ വാല്യൂ എവിടെയെങ്കിലും റെപ്പറ്റീഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിർത്താം. അത് ഒരെണ്ണം റെപ്പറ്റീഷൻ വന്ന പോലെ 3ഉം അതേപോലെ റെപ്പറ്റീഷൻ വരണം, എങ്കിലേ നമുക്ക് നിർത്താൻ പറ്റൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തേ. ദെൻ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. എന്താ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്? നമുക്ക് ലീസ്റ്റ് സ്ക്വയറിൽ 2 എണ്ണമാണ് വരുന്നത്. സ്ട്രെയിറ്റ് ലൈനും വരും, പാരാബോളയും വരും. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഇതാണ്, അതൊരു ലീനിയർ ഇക്വേഷൻ ആയിരിക്കും. പാരാബോളയുടെ ഇക്വേഷൻ ഇതാണ്, അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും. നമുക്കിതിനകത്ത് നോർമൽ ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നോർമൽ ഇക്വേഷനോ നമുക്ക് തന്നേക്കുന്ന ഒരു ഇക്വേഷൻ എഴുതാൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ 2 എണ്ണമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത്. അത് പക്ഷേ നിങ്ങൾ ഏത് തന്നാലും നിങ്ങൾ നോർമൽ ഇക്വേഷൻ എഴുതാൻ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഒന്നുമില്ലടാ, എളുപ്പമാണ്. ഫസ്റ്റ് നമുക്ക് തന്നേക്കുന്ന ഇക്വേഷനിൽ സബ്മേഷൻ അപ്ലൈ ചെയ്യുക. ജസ്റ്റ് സബ്മേഷൻ അപ്ലൈ ചെയ്യുക. സബ്മേഷൻ y = NA + B കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു, സബ്മേഷൻ x. അതായത് നമുക്കിപ്പോൾ കുറേ വാല്യൂസ് തന്നിട്ടുണ്ടായിരിക്കും. അതായത് x1 x2 y1 x2 y2 x3 y3 ഇങ്ങനെ തന്നിട്ടുണ്ടെന്ന് വെച്ചു. ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആദ്യം എങ്ങനെ വരും? y1 = a + b x1. ഇതുപോലെ y2 = a + b x2. അതുപോലെ y3 = a + b x3. y1 + y2 + y3. അതാണ് ഈ സബ്മേഷൻ y. NA ഒരു കോൺസ്റ്റൻറ്റ് മാത്രമല്ലേ ഉള്ളൂ, a + a + a 3 പ്രാവശ്യം a ആഡ് ചെയ്ത്, അതുകൊണ്ടാണ് n × a എന്ന് എഴുതിയേക്കുന്നത്. ഇനി bx1 + bx2 + bx3. അതിൽ നിന്ന് b കോമൺ എടുത്തു, x1 + x2 + x3. മനസ്സിലായോ? അതാണ് സബ്മേഷൻ. ജസ്റ്റ് സബ്മേഷൻ അപ്ലൈ ചെയ്താൽ മാത്രം മതി എന്ന് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തത് ഇതിനെ മൊത്തത്തിൽ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആരാണോ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എക്സ് ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ എന്ത് കിട്ടും?
വൈ എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ. ഇതിൽ സബ്മിഷൻ അപ്ലൈ ചെയ്യുക. ഉണ്ട് ഇവിടെ നമുക്ക് എ എക്സ് ആയി. എ ഒറ്റയ്ക്കായിരുന്നെങ്കിലാണ് എൻ എ എക്സ് ആകുമ്പോൾ എ കോമൺ എടുത്തിട്ട് സബ്മിഷൻ എക്സ്. ബി എക്സ് സ്ക്വയർ ആണ്, ബി കോമൺ എടുത്തിട്ട് സബ്മിഷൻ എക്സ് സ്ക്വയർ. രണ്ട് കോൺസ്റ്റൻറ്റേ ഉള്ളുവെങ്കിൽ രണ്ട് നോർമൽ ഇക്വേഷനേ വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങളിതൊന്ന് ഒറ്റയ്ക്ക് പറഞ്ഞേ എങ്ങനെ വരും? വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് പ്ലസ് സി എക്സ് സ്ക്വയർ. ഫസ്റ്റ് കണ്ട സബ്മിഷൻ നോർമലായിട്ട് അപ്ലൈ ചെയ്തു. ദെൻ ഇതിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഞാൻ ഇവിടെ സൈഡിലോട്ട് എഴുതി വെച്ചിരിക്കുന്നുണ്ട. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസറിൽ എന്ത് ചെയ്യുക? ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കിട്ടിയതിനെ ഒന്നും കൂടെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. എന്നിട്ട് അതിന് വീണ്ടും സബ്മിഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് നോർമൽ ഇക്വേഷൻ വരുന്നത്. ഇനി അടുത്തത് ഞാനീ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്ന പോലെ ഒരു പേനയും പേപ്പറും എടുത്ത് നിങ്ങൾ തന്നെ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും പറ്റും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനാണ്. യൂസ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ഫിറ്റ് ആൻഡ് ഇക്വേഷൻ ഓഫ് ദ ഫോം എന്ന് പറഞ്ഞ് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നേക്കാണ്. ഞാനത് ഇക്വേഷൻ എഴുതി, നോർമൽ ഇക്വേഷൻ എഴുതി. ഇതാ ഇവിടെ നോക്കിയടാ, വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്നല്ല ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന എ എക്സ് പ്ലസ് ബി എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ക്വസ്റ്റ്യനിൽ എന്ത് തന്നേക്കുന്നോ അത് എഴുതാൻ അറിഞ്ഞിരിക്കണം. നമ്മൾ റൂള് പഠിച്ചാൽ കുഴപ്പമില്ലാണ്ട് ഫസ്റ്റ് നമ്മൾ സബ്മിഷൻ അപ്ലൈ ചെയ്തു. ബി മാത്രം ഉള്ളതുകൊണ്ട് എൻ ബി, ദെൻ അതിന് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സബ്മിഷൻ അപ്ലൈ ചെയ്തു. ഇനി എളുപ്പമാണടാ, ഒന്നുമില്ല, സിമ്പിൾ. ഇതാ നോക്കി, നമുക്ക് ഈ ഇക്വേഷനിൽ ആരൊക്കെ വേണോ അവരെ കണ്ടുപിടിക്കുക. നമ്മൾ ക്വസ്റ്റ്യനിൽ ആര് തന്നിട്ടുണ്ട്? എക്സും വൈയും. അവരെ ഒന്ന് താഴെ താഴെ എടുത്ത് എഴുതുക. ഓക്കെ, ദെൻ നോക്കി, സബ്മിഷൻ വൈ എന്ന് വെച്ചാൽ വൈ എല്ലാം കൂടെ കൂട്ടുന്നതാണ്. സബ്മിഷൻ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എല്ലാം കൂടെ കൂട്ടുന്നതാണ്. എന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി എടുക്കുന്നതാണ്. 1 2 3 4 5 5ആണ് എണ്ണ്. ദെൻ സബ്മിഷൻ എക്സ് വൈ. എക്സ് വൈ എന്നൊരു കോളം എൻ്റെ കയ്യിലുണ്ടോ? ഇല്ല. അപ്പോൾ എക്സ് വൈ എന്ന് പറഞ്ഞൊരു കോളം ക്രിയേറ്റ് ചെയ്യുക. അതെല്ലാം കൂടെ കൂട്ടുന്നതാണ് സബ്മിഷൻ എക്സ് വൈ. എക്സ് സ്ക്വയർ എന്നൊരു കോളം ഉണ്ടോ? ഇല്ല. എക്സ് സ്ക്വയർ എല്ലാം കൂടെ കൂട്ടുന്നതാണ് സബ്മിഷൻ എക്സ് സ്ക്വയർ. അത്രയേ ഉള്ളൂ. സബ്മിഷൻ എക്സ് എൻ്റെ കയ്യിലുണ്ടല്ലോ, അത് അടക്കുന്നു. ഇതങ്ങോട്ട് എടുത്ത് എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് ഈ ഇക്വേഷൻ കിട്ടും. അത് കാൽക്കുലേറ്റർ ഇട്ട് അങ്ങോട്ട് സോൾവ് ചെയ്താൽ എക്കും ബിക്കും വാല്യൂ കിട്ടും. എന്നിട്ട് ഈ ഇക്വേഷനിൽ എയുടെയും ബിയുടെയും സ്ഥാനത്ത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. സിമ്പിളെന്ന് വെച്ചാൽ സിമ്പിളാണ്. ഇനി നോക്കിയേ, അതേപോലെ പരാബോളയുടെ കേസ് നോർമൽ ഇക്വേഷൻ എഴുതുക. എന്തൊക്കെയാണോ നമുക്കിതിൽ സബ്മിഷൻ കൊടുത്തേക്കുന്നത് അതെല്ലാം കണ്ടുപിടിക്കുക. നമ്മളെ കയ്യിലില്ല, നമ്മളെ കയ്യിൽ അവിടെ എക്സും വൈയേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കോളം ക്രിയേറ്റ് ചെയ്യണം നമുക്ക് വേണ്ട ആൾക്കാരാണ്. എന്നിട്ട് അതെല്ലാം കൂടെ ലാസ്റ്റ് കൂട്ടി വയ്ക്കുക. എന്നിട്ട് ആ വാല്യൂ എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുക. എക്കും ബിക്കും സിക്കും വാല്യൂ കിട്ടുന്നു. തീർന്നു. ഇനി എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണിത്. അത് നോക്കിയേ, ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന വൈ ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ ആണ്. നമുക്കറിയാം ക്വാഡ്രാറ്റിക് ആണെങ്കിൽ അത് പരാബോളയാണ്. പരാബോള ആണെങ്കിൽ എയും ബിയും സിയും വേണം. പക്ഷെ നമ്മളെ കയ്യിൽ എയും ബിയും ഉള്ളെങ്കിൽ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ ലീനിയർ ആയിട്ട് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഏത് രീതിയിലാക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അത് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ അത് നോക്കി, ഇവിടെ ഞാനിത് വൈ ബൈ എക്സ് മൊത്തത്തിൽ ഒരു എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത്, അപ്പോൾ എനിക്ക് എ എക്സ് പ്ലസ് ബി എന്ന് കിട്ടി. ഇവിടെ വൈ ബൈ എക്സ് എന്ന് കിട്ടുക. ആ വൈ ബൈ എക്സിനെ ക്യാപിറ്റൽ വൈ എന്ന് വിളിക്കുക. ദെൻ നോർമൽ ഇക്വേഷൻ എഴുതുക. ക്യാപിറ്റൽ വൈ ആക്കി എഴുതിയാൽ മതി. അപ്പോൾ ടേബിൾ വരയ്ക്കുമ്പോൾ നമ്മളെ കയ്യിൽ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, പക്ഷേ ക്യാപിറ്റൽ വൈയുടെ സബ്മിഷനാണ് വേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ വൈ എഴുതുക. ക്യാപിറ്റൽ വൈ ആരാ? സ്മോൾ വൈ ബൈ സ്മോൾ എക്സ്. അതിൻ്റെ സബ്മിഷനാണ് ഇട്ട് കൊടുക്കേണ്ടത്. അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം. അതുപോലെ സ്മോൾ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ വൈ ആണ് എനിക്കിവിടെ വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു കോളം ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ ഇവിടെയാണെങ്കിൽ നോക്കി, വൈ ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അതിനെ മൊത്തത്തിൽ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വൈ ഈസ് ഈക്വൽ ടു അതല്ലടാ, ഇത് വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് സ്ക്വയർ ആണ്. അവിടെ മൊത്തത്തിൽ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു എ ബൈ എക്സ് പ്ലസ് ബി എക്സ് എന്ന് വരും. അപ്പോൾ മൊത്തത്തിൽ എക്സിൻ്റെ മൊത്തവും എക്സ് ആയി പോകണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പകരം ആ എക്സ് സ്ക്വയറിനെ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ എക്സ് എന്നങ്ങ് വിളിക്കുക. അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടും. എന്നിട്ട് അതിന് വേണം നോർമൽ ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഓർത്തോണം, നമുക്ക് സ്മോൾ എക്സ് ഐ കിട്ടി, അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ എക്സാണ് കിട്ടിയത്. അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വന്നേക്കുന്നത് ക്യാപിറ്റൽ എക്സ് ആണ്. ക്യാപിറ്റൽ എക്സ് കൊണ്ടുപോകണം താഴത്തെ ഇക്വേഷന് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്മിഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മളെ കയ്യിൽ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, പിന്നെ എന്തും കൂടെ വേണം? ക്യാപിറ്റൽ എക്സ് വേണം. പിന്നെ ക്യാപിറ്റൽ എക്സിൻ്റെ സ്മോൾ വൈയും ക്യാപിറ്റൽ എക്സ് സ്ക്വയറുമാണ് വേണ്ടത്. അത് വാല്യൂ ഇട്ട് കൊടുക്കുക, സോൾവ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മളെ കുഴപ്പിക്കുന്ന വേറൊരാളാണ് ഇത്.
എ ഇ റൈസ് ടു ബി എക്സ്. അതെങ്ങനെ ചെയ്യൂടെ? എ ഇ റൈസ് ടു ബി എക്സ് y ഇസ് ഈക്വൽ ടു എ ഇ റൈസ് ടു ബി എക്സ്. രണ്ട് സ്ഥലത്ത് ലോഗ് അപ്ലൈ ചെയ്യണം. ln ഓഫ് y ഈസ് ഈക്വൽ ടു ln ഓഫ് എ ഇ റൈസ് ടു ബി എക്സ്. രണ്ട് സ്ഥലത്ത് ലോഗ് അപ്ലൈ ചെയ്തല്ലോ. ലോഗ് എ ബി എന്തുകൊണ്ട്? ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. അറിഞ്ഞുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചാൽ മതി. ലോഗ് എ പ്ലസ് ലോഗ് ഇ റൈസ് ടു ബി എക്സ്. എഴുതാൻ പറ്റുന്നില്ലല്ലോടാ. ബി എക്സ്. ഇനി ലോഗും ഇയും ഓപ്പോസിറ്റ് ഓപ്പറേഷനാണ്. അടുത്തടുത്ത് വന്നാൽ അത് ക്യാൻസലായി പോകും. അപ്പോൾ എന്ത് കിട്ടി? ln ഓഫ് എ പ്ലസ് ബി എക്സ് എന്ന് കിട്ടി. നമ്മളിങ്ങനെ ചെയ്ത് പോകണ്ട. ഇവിടെ ലോഗ് വൈ ഈക്വൽ ടു എന്നല്ലേ നമ്മൾ എഴുതിയ ln ഓഫ് വൈ. ഇതിനെ ക്യാപിറ്റൽ വൈ എന്ന് വിളിക്കുക, ഇതിനെ ക്യാപിറ്റൽ എ എന്ന് വിളിക്കുക, ഇതിനെ ബി എക്സ് എന്ന് വിളിക്കുക. ഇക്വേഷൻ ആയല്ല. ഇനി ഇതിൻ്റെ നോർമൽ ഇക്വേഷൻ എഴുതുക. കണ്ട, ഇവ രണ്ടുപേരും നോർമൽ ഇക്വേഷൻ എഴുതിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് അതിനെല്ലാം കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കുമ്പോൾ ആരെ കിട്ടും നിങ്ങൾക്ക്? ക്യാപിറ്റൽ എയും കിട്ടും, സ്മോൾ ബിയും കിട്ടും. എനിക്ക് വേണ്ടത് സ്മോൾ എ ആണ്. ആരാ ക്യാപിറ്റൽ എ? ln ഓഫ് സ്മോൾ എ ആണ് ക്യാപിറ്റൽ എ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ രണ്ട് സ്ഥലത്ത് എക്സ്പോണൻഷ്യൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇ റൈസ് ടു ln ഓഫ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റൈസ് ടു എ എന്ന് കിട്ടും. ഇ റൈസ് ടു എക്സ്പോണൻഷ്യൽ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ അല്ലേ? അടുത്തടുത്ത് വന്നാൽ എ ആവും. എ ഈക്വൽ ടു ഇ റൈസ് ടു എ. മനസ്സിലായോ? ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ മതി, വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിടാം. ഇതൊക്കെ ബി ടെക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ. അതുപോലെ ഇതൊരു വലിയ ക്വസ്റ്റ്യനാണ്. ഇത് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു സി. ഇവിടെ പി എന്ന് പറയുന്നത് എക്സിൻ്റെ ആളാണ്, വി എന്ന് പറയുന്നത് വൈയുടെ ആളാണ്, ഗാമയും സിയും കോൺസ്റ്റൻ്റ് ആണ്. ഇതിനെങ്ങനെ ചെയ്യുമോ എന്നുള്ളതാണ്. ഇതിന് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് നേരത്തെ പറഞ്ഞ കണക്ക് ലോഗ് അപ്ലൈ ചെയ്യുക, വൈ ഈക്വൽ ടു കൊണ്ടുവന്നൊരു ഫോമിലോട്ട് എത്തിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾക്ക് എല്ലാം കൂടെ കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ആവുമോ എന്തോ, ആ ഒരു പേടി എനിക്കുണ്ട്. ln ഓഫ് എക്സ് വൈ റൈസ് ടു എ, അതായത് നമ്മളെ ക്വസ്റ്റ്യൻ പ്രകാരമാണെങ്കിൽ ln ഓഫ് പി വി റൈസ് ടു ഗാമ ഈസ് ഈക്വൽ ടു ln ഓഫ് സി. അതിനകത്തുനിന്ന് എ ബി. അപ്പോൾ ln ഓഫ് പി പ്ലസ് ln ഓഫ് വി റൈസ് ടു ഗാമ അല്ലെങ്കിൽ വൈ റൈസ് ടു ഗാമ ഈസ് ഈക്വൽ ടു, വൈ ആണോ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്? ബി ആണ്. അപ്പോൾ വി റൈസ് ടു ഗാമ ഈസ് ഈക്വൽ ടു ln ഓഫ് സി. ഇതിനകത്ത് ഈ വി റൈസ് ടു ഗാമയെ ഞാനിങ്ങ് ഇപ്പുറത്ത് എഴുതുകയാണ്. കാര്യം ലോഗ് എ റൈസ് ടു എന്നിനെ എനിക്ക് എൻ ലോഗ് എ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ln ഓഫ് പി പ്ലസ് ഗാമ ലോഗ് വി is equal to ln ഓഫ് സി. എന്നിട്ട് ഈ പിയെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ ഗാമ ln ഓഫ് വി is equal to ln ഓഫ് സി മൈനസ് ln ഓഫ് പി. അതെന്തുകൊണ്ടാണ് കൊണ്ടുവന്ന് വെച്ചാൽ എനിക്ക് വൈ ഈക്വൽ ടു വേണ്ടത്. എൻ്റെ വൈയുടെ സ്ഥാനത്ത് കിടക്കുന്ന ആളാണ് വി. കാര്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അറിയാം, എക്സ് പി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ വി മാത്രമേ ഉള്ളൂ ബാലൻസ് ഉള്ളത്. അപ്പോൾ അത് ഡിപ്പെൻഡൻ്റ് ആണ്, അതായത് വൈ ആണ്. ടി 1 ഗാമയെ അപ്പുറത്ത് കൊടുക്കുക. അപ്പോൾ ln ഓഫ് വി is equal to 1 ഗാമ ഇൻറ്റു ln ഓഫ് സി മൈനസ് 1 ഗാമ ഇൻറ്റു ln ഓഫ് പി എന്ന് വരും. അപ്പോൾ അതിൽ നമുക്ക് ഈ 1 ഗാമ ഇൻറ്റു ln ഓഫ് സിയെ ഞാൻ എ എന്ന് വിളിക്കും. കാര്യം ഇത് മൊത്തം കോൺസ്റ്റൻ്റ് ആണ്. മൈനസ് 1 ഗാമയെ ഞാൻ ബി എന്ന് വിളിക്കുന്നു. ദെൻ ലോഗ് പിയെ ഞാൻ എന്തെന്ന് വിളിക്കുന്നു? എക്സ് എന്ന് വിളിക്കുന്നു. കാര്യം പി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ln ഓഫ് വിയെ വൈ എന്ന് വിളിക്കുന്നു. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ആയില്ലേ? ഇത് വെച്ച് നോർമൽ ഇക്വേഷൻ എഴുതുക, അതിനനുസരിച്ചിട്ട് ടേബിൾ വരയ്ക്കുക. ടേബിൾ വരച്ചിട്ട് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എയും ബിയും ആണ്. ആ എയും ബിയിൽ നിന്ന് ഗാമയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, എൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സെക്ഷനിൽ മാത്രം കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാം സിമ്പിളാണ്, ഇതേപോലെ ഉള്ളൂ. ദെൻ ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ് നമുക്ക് നോക്കി ഇതിനകത്ത് എങ്ങനെയാണ് വരുന്നത്? എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ ഐഗൺ വെക്ടറും എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. എ ഉപയോഗിച്ചിട്ട് എ മൈനസ് ലാംഡായുടെ ഡിറ്റർമിനൻ്റ് എടുക്കുക, അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലാംഡ കിട്ടും. അത് ഇവിടെ ഇട്ട് കൊടുത്തിട്ട് അതൊരു എക്സ് വൈ എന്ന് പറഞ്ഞ മെട്രിക്സുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. ഈ എക്സ് എന്ന് പറയുന്ന മെട്രിക്സാണ് നമ്മുടെ അൺനോൺ മെട്രിക്സ് ആയിട്ട് വന്നേക്കുന്നത്. നമ്മളെ തിയറി പറയുമ്പോൾ മനസ്സിലാവത്തില്ല, പ്രോബ്ലം നോക്കാം. നോക്കിയടാ, എ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിട്ടുണ്ട്. ഞാൻ എന്താ പറഞ്ഞത്? എ മൈനസ് ലാംഡായുടെ ഡിറ്റർമിനൻ്റ് പിടിക്കുക. എ ഇതാണ്. ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അതിൻ്റെ കൂടെ ലാംഡ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1ൻ്റെ സ്ഥാനത്ത് ലാംഡ ആവും. ഇതാ എ മൈനസ് ലാംഡ ആയി, കണ്ടോ, എ മൈനസ് ലാംഡ ആയി. അത് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ കിട്ടി. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൈനസ് ചെയ്താൽ മതി. ഇങ്ങനെ കിട്ടിയല്ലോ. ദെൻ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. ഡിറ്റർമിനൻറ്റ് അറിയാമല്ലോ, മെയിൻ ഡയഗണലെ മൈനസ് ഓഫ് ഡയഗണൽ ചെയ്യുക. അത് ആ വാല്യൂ 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് കിട്ടി. ഈക്വൽ ടു 0 ചെയ്തപ്പോൾ ലാംഡയ്ക്ക് 2 വാല്യൂവും കിട്ടി. ഇതൊക്കെ കാൽക്കുലേറ്റർ ചെയ്താൽ മതി കേട്ടോ. ഇനി ആ ലാംഡയുടെ വാല്യൂ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ എ മൈനസ് ലാംഡ ആയി കണ്ടുപിടിച്ചു. അത് വേണ്ട, എ മൈനസ് ലാംഡ ആയി കണ്ടുപിടിച്ചു. അത് എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സുമായിട്ട് ഇക്വേറ്റ് ചെയ്തു. അതെന്തുകൊണ്ടാണ് ഞാൻ എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സുമായിട്ട് ഇക്വേറ്റ് ചെയ്തത്? എനിക്കിവിടെ 2/2 മെട്രിക്സ് ആണെങ്കിൽ 2 അൺനോൺസ് ആയിരിക്കും വന്നേക്കുന്നത്. അതുകൊണ്ടാണ് എക്സും വൈയും ആയിട്ട് അതിനെ എടുത്തത്. അത് ഇതേപോലെ 2 × എക്സ് പ്ലസ് -4 × വൈ -4y. അതിവിടെ ഫസ്റ്റ് എലമെൻ്റ് ആണ്. അതുപോലെ ഇവിടുത്തത് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് എഴുതുക. ഇനി അത് ഈക്വൽ ടു 0 കൊടുക്കുക. അതാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് ടേംസ് ഈക്വൽ ടു 0. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് y എന്ന് പറയുന്നത് 2x മൈനസ് y എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് കിട്ടി. അതൊന്ന് 2x = y ആണെന്ന് കിട്ടും. എക്സിനെ ഞാൻ k എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ y ആരുടെ 2k. അങ്ങനെയാണെങ്കിൽ എൻ്റെ വെക്ടർ ആര് എക്സ് വൈ എന്ന് പറയുന്നത് kയും 2kയും ആണ്. അതിനകത്ത് k കോമൺ എടുത്താൽ 1/2 ആണ്. 1ഉം 2ഉം ആണ് എൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1ഉം വൈയുടെ വാല്യൂ 2ഉം ആവും. ഓക്കെ, അതെപ്പോഴും ലാംഡയുടെ വാല്യൂ 6 ആകുമ്പം. ഇതുപോലെ ലാംഡയുടെ വാല്യൂ 4 ആകുമ്പോൾ നോക്കുക, a - 4i ചെയ്യുക. ആ കിട്ടുന്ന ആൻസറും എക്സ് വൈയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടുന്ന ആൻസർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതിൽ നിന്ന് എക്സിൻ്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ x = y തന്നേക്കുന്നത്. അപ്പോൾ 2k തന്നെ, k കോമൺ എടുത്താൽ 1 കിട്ടും. ഇതേപോലെ 3/3 നോക്കിയേ, a - i ചെയ്തു, വാല്യൂ കിട്ടി, 0ക്ക് ഇക്വേറ്റ് ചെയ്തു, ഒരു ഇക്വേഷൻ കിട്ടി. ലാംഡയ്ക്ക് 3 വാല്യൂസ് കിട്ടി. ഓരോ വാല്യൂവും നേരത്തെ പറഞ്ഞ കൂട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് എനിക്ക് x y എന്നോ അങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതാ നോക്കിയാൽ നമുക്ക് z 0 കിട്ടി. z 0 കൊടുത്താൽ x + y 0 എന്ന് കിട്ടും. അപ്പോൾ x -y എന്ന് കിട്ടും ഇവിടെ. അങ്ങനെയാണെങ്കിൽ വൈക്ക് k എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ എക്സിന് k എന്ന് കൊടുക്കുക. x k ആണെങ്കിൽ y -k. അങ്ങനെ kയുടെ വാല്യൂ കൊടുത്തിട്ട് k കോമൺ എടുത്താൽ മതി. ഓക്കെ, അതുപോലെ ഇവിടെയും y 3 ആകുമ്പോഴും y അല്ല, ലാംഡ 3 ആകുമ്പോഴും ലാംഡ 5 ആകുമ്പോഴും ഉള്ള വാല്യൂസും കൂടെ എഴുതുക. ഞാൻ ഒത്തിരി വീഡിയോ ലെങ്ത് ആവുമെന്ന് വെച്ചിട്ടാണ് സ്പീഡിൽ പറയുന്നത്. നിങ്ങൾ M.Tech സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിത് പറയുന്നത്. അഥവാ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ല, ഭയങ്കര പാടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഇടുക. ഞാൻ അതനുസരിച്ച് നിങ്ങൾക്ക് അടുത്ത ക്ലാസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം കേട്ടോ. അതത്രേ ഉള്ളൂ. അതിൻ്റെ തന്നെ ഒരു പവർ മെത്തേഡും കൂടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് പവർ മെത്തേഡാണ് പഠിക്കാനുള്ളത് യഥാർത്ഥത്തിൽ. പിന്നെ ഐഗൺ വാല്യൂസ്, അങ്ങനെ ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് സിലബസിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ മറ്റേത് പറഞ്ഞത്. ഐഗൺ വാല്യൂസിൻ്റെയും ഐഗൺ വെക്ടേഴ്സിൻ്റെയും പവർ മെത്തേഡും നിങ്ങളുടെ സിലബസിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പവർ മെത്തേഡ് ഉപയോഗിച്ച് ലാർജ് ആൻഡ് സ്മോൾ ഐഗൺ വാല്യൂസിനെ ഐഗൺ വെക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു ഐട്രേറ്റീവ് മെത്തേഡാണ്. അതായത് ഞാൻ തിയറി പറയുന്നില്ല, ക്വസ്റ്റ്യനിലോട്ട് പോവേണേ. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിനകത്ത് നിന്ന് ഐഗൺ വാല്യൂ ഐഗൺ വെക്ടറും കണ്ടുപിടിക്കണം. അതായത് തന്നേക്കുന്ന ആദ്യം നമ്മളൊരു ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യണം. x0 എന്നാണ് ആ ഒരു മെട്രിക്സിൻ്റെ പേര് വിളിക്കേണ്ടത്. അതാണ് നമ്മൾ ഫസ്റ്റ് ഐട്രേഷനിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ട മെട്രിക്സ്. അതൊരു കോളം മെട്രിക്സ് ആയിരിക്കും. ഏതാണോ നമ്മളിവിടെ n/n ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ n എത്രയാണോ അത്രയും റോ ഉള്ള ഒരു കോളം മെട്രിക്സ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അനദർ കോളം മെട്രിക്സ് കിട്ടുന്നു. അതിൽ നിന്ന് ഏറ്റവും വലിയ എലമെൻ്റ് ആരാണോ, നമ്പർ ആണോ അതിനെ പുറത്തെടുക്കണം. ഞാനിവിടെ ഏറ്റവും വലുത് 14 ആണ്. 14 പുറത്തെടുക്കണം. 0 14 പുറത്തെടുത്താൽ 14. അത് അറിഞ്ഞുകൊണ്ടെന്നുണ്ടെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ടടാ. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് 14 പുറത്തെടുക്കുന്നതെങ്കിൽ 0/14 ആണ് അകത്ത് വരുന്നത്. ഇവിടെ വരുന്നത് 7/14 ആണ്. ഇവിടെ വരുന്നത് 14/14 ആണ്. എന്താണോ വെളിയിലെടുക്കുന്ന അതുകൊണ്ട് ഡിവൈഡ് ചെയ്തങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 14 വെളിയെടുത്തപ്പോൾ അത് ഇങ്ങനെയാണ് കിട്ടിയത്. അതിൽ ഇതിൻ്റെ ഫസ്റ്റ് ഐട്രേഷൻ കഴിഞ്ഞു. ഫസ്റ്റ് ഐട്രേഷൻ കഴിയുമ്പോൾ എനിക്ക് കിട്ടിയ ഐഗൺ വാല്യൂ ആണ് 14. കറസ്പോണ്ടിങ് ഐഗൺ വെക്ടറാണ് ഇതെന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ, ഈ ഐഗൺ വെക്ടറാണ് ഇനി രണ്ടാമത്തെ ഐട്രേഷനിൽ ഞാൻ യൂസ് ചെയ്യുന്നത്.
അതായത് നമ്മൾ ആ എ എന്ന് പറഞ്ഞ ആൾക്ക് മാറ്റമില്ല, ആ എയുടെ കൂടെ x1 മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യത്തെ ഐട്രേഷനിൽ എനിക്ക് x0 എനിക്ക് എന്താണോ ഐഗൺ വെക്ടറായിട്ട് കിട്ടിയ അതിനെയാണ് ഞാൻ x1 ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിവിടെ x1 എടുത്തപ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്ന എന്തുവാണ്, അവർ മൾട്ടിപ്ലൈ ചെയ്തു. അവിടെ ഏറ്റവും വലുത് 6.5 ആണ്. 6.5 പുറത്തെടുത്തു. അപ്പോൾ 6.5 പുറത്തെടുത്തുകൊണ്ട് കണ്ടാൽ ഞാനിവിടെ എഴുതിയേക്കുന്നത് 0.5 എന്ന് 6.5 പുറത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0.5/6.5 1/6.5 6.5/6.5. അപ്പോൾ എനിക്ക് അടുത്ത മെട്രിക്സ് കിട്ടി. അത് ഞാൻ ആരായിട്ട് എടുക്കണം, x2 ആയിട്ട് എടുക്കണം. അതുപയോഗിച്ച് എനിക്ക് x3 കിട്ടും. അവിടെ x3 കിട്ടുമ്പോൾ നോക്കിയേ, എനിക്ക് കിട്ടിയ രണ്ട് മെട്രിക്സും സെയിം അല്ലേ, ഇത് തന്നെയല്ലേ ഇവിടെ കിട്ടിയ. അപ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, ഈ ഐഗൺ വെക്ടർ ഒരുപോലെ വരുന്നത് എപ്പോഴാണോ അപ്പോൾ ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുക. ആ കിട്ടിയതാണ് ഐഗൺ വെക്ടർ എന്ന് പറയുന്നത് കേട്ടോ. അതിൽ നമുക്ക് ലാസ്റ്റ് വന്നേക്കുന്ന വാല്യൂ ആണ് ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയേ. കിട്ടുന്ന ന്യൂമറിക്കലി ലാർജ് ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഈ പറഞ്ഞത് കേട്ടോ. ഇത് ഇത്രയായപ്പോൾ നമ്മളെ സിലബസിലെ ഏറെക്കുറെ ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും സെക്ഷന് ഒന്നും കൂടെയൊക്കെ വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതും കൂടെ ഇട്ട് തരാം. അതായത് കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻ വേണ്ടതുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ പ്രോബ്ലംസ് വേണ്ടതുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് നമ്മൾ ഇട്ട് തരും. ഓക്കെ, താങ്ക് യു.